ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് CSS എന്താണ്, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഇൻറ്റേർണൽ CSS, അതായത് ഹെഡിൻ്റെ അകത്ത് CSS കൊടുക്കുന്നത്, ടാഗിൻ്റെ അകത്ത് CSS കൊടുക്കുന്നത്, അതെന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഒരു സംഭവം എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്, അതായത് ഒരു സ്ലൈഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ 3 കൊടുക്കണ്ട, എക്സ്റ്റേർണൽ CSS എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എക്സ്റ്റേർണൽ CSS ആണ് നോർമലി പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്ക് നമ്മൾ കാണുന്നതല്ല, എക്സ്റ്റേർണൽ CSS ആണ്. അപ്പോൾ ഈ എക്സ്റ്റേർണൽ CSS ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. CSS ഈസ് ഡിസൈൻ ഓർ ലേഔട്ട്. CSS സ്റ്റാൻഡ്സ് ഫോർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് ഈ എക്സ്റ്റേർണൽ CSS നോക്കിയിട്ട് നമ്മൾ വെബ് പേജും വെബ്സൈറ്റും എന്താണ്, HTMLൻ്റെ ഫാക്റ്റ് എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യും, HTML ഇംപ്ലിമെൻറ്റേഷൻ, സം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഇതൊക്കെ പറ്റുമെങ്കിൽ ഇന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അഗെയിൻ നമ്മൾ ഇതെടുത്തു കഴിയാൻ നേരത്ത് നമ്മൾ ആദ്യം CSS സെൻ ഗാർഡൻ, നമ്മൾ ഈ CSS സെൻ ഗാർഡൻ എന്ന് പറയുന്ന സൈറ്റ് എടുക്കുക. അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ, ഇപ്പോൾ താജ് ഹോട്ടൽ കോച്ചിൻ, ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ CSS നമുക്ക് കോപ്പി ചെയ്ത് ടൈപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേജ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ CSS ഇവിടെ എവിടെയെങ്കിലും കാണും. ഒരു മിനിറ്റ്, ഇതൊക്കെ ഈ ടെക്സ്റ്റ് CSS എന്ന് പറയുന്നത് CSSലേക്കുള്ള ലിങ്കാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ CSS കിട്ടി. ഇത് നമ്മൾ നോട്ട് പാഡ് എടുത്താലോ, നോട്ട് പാഡും ഉണ്ടോ ഇവിടെ, നമുക്ക് നോട്ട് പാഡ് എടുത്തിട്ട് ഇത് ഈ ഡോട്ട് ഡേറ്റ് പിക്കർ, ഈ ഡോട്ട് ഇട്ട് കൊടുക്കുന്നതൊക്കെ ക്ലാസ്സാണ്. ഡോട്ട് ഇട്ട് കൊടുക്കുന്നതെല്ലാം ക്ലാസ് എന്ന് പറയും. പിന്നെ ഹാഷ് ഇട്ട് ചില സംഭവങ്ങൾ കൊടുക്കും. ഹാഷ് ഇട്ട് കൊടുക്കുന്നത്, ഹാഷ് കണ്ടെയ്നർ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ID എന്ന് പറയും. അതായത് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് ക്ലാസ്, ഹാഷ് ഇട്ട് കൊടുക്കുന്നത് ID എന്ന് പറയും. ഈ ക്ലാസ് എന്താണ്, ID എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുക. ID വളരെ എളുപ്പമാണ് പഠിക്കാൻ. നമ്മൾ ടാഗ് ആണെങ്കിൽ ഡോട്ടും ഹാഷും ഒന്നും ഇടേണ്ട കാര്യമില്ല. ടാഗ് ആണെങ്കിൽ ഇപ്പോൾ ബോഡി ടാഗ് അല്ലെങ്കിൽ പാരാഗ്രാഫ് ടാഗ് ആണെങ്കിൽ P എഴുതിയിട്ട് കർലി ബ്രേസസ് കൊടുക്കുക. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ കോളൻ, പിന്നെ അതിൻ്റെ കളറ് റെഡ്, സെമി കോളൻ, പിന്നെ അത് വീണ്ടും പ്രോപ്പർട്ടീസിനും ആട്രിബ്യൂട്ടും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 4, 5, 6 കൊടുക്കാം. ഇതുപോലെ ഇവർ കൊടുത്തിരിക്കുന്ന പോലെ ഇത്രയും പ്രോപ്പർട്ടീസ് കൊടുക്കാം. എന്നിട്ട് നമ്മളത് കർലി ബ്രേസസ് കൊണ്ട് ഏറ്റവും അവസാനം ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ CSS എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ CSS നമ്മൾ ഈ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ ടൈപ്പോസ് എന്താണ്, ഇതിൻ്റെ ടൈപ്പോസ്, അതായത് ടൈപ്പ് ചെയ്യേണ്ട രീതി ആദ്യം പഠിക്കണം. ഇപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട രീതി 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് CSS എഴുതാൻ പറ്റും. അല്ലാതെ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ചെയ്ത് തരേണ്ട ഒരു കാര്യമല്ലത്. അപ്പോൾ ഇങ്ങനെ പഠിക്കാം. പിന്നെ അതല്ലെങ്കിൽ വേറെ സൈറ്റിൻ്റെ CSS എടുത്ത് പഠിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന CSS സെൻ ഗാർഡൻ്റെ CSS വെച്ച് പഠിക്കാം. ഇത് CSSന് വേണ്ടിയുള്ള സൈറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം HTML ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇതിപ്പോൾ തന്നെ ഡൗൺലോഡ് ആവും.
എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HTML ഫയൽ മാത്രമാണുള്ളത്, ഇത് CSS ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ ഇല്ല, CSS ആണ് ഡിസൈൻ. കാരണം ഇതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ പേജ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ CSS കൊടുക്കേണ്ട രീതി, അതായത് എക്സ്റ്റേണൽ CSS, അതായത് പുറത്തൊരു ഫയലായിട്ട് കിടക്കുന്ന CSS കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക്, റിലേറ്റീവ്, സ്റ്റൈൽ ഷീറ്റ്, മീഡിയ, സ്ക്രീൻ, href ഒരു ലിങ്ക് ആയിട്ടാണ് കൊടുക്കേണ്ടത്, സ്റ്റൈൽ ഷീറ്റ് .css. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണുന്നു. ഇനി നമ്മൾ സ്റ്റൈൽ ഷീറ്റും കൂടി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ വന്നിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് ഇവിടെ ഇതുണ്ട്, നമ്മുടെ സൈറ്റ് ഉണ്ട്. ഇത് ഇനിയിപ്പോൾ നമ്മളൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ ഫയൽ ഇടുക. പിന്നെ ഈ CSS ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട, ഇതാണ് ആ CSS. കാരണം ഇത് ടൈപ്പ് ചെയ്ത് പഠിച്ചാലും മതി, കാരണം ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കമൻറ്റുകൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കമൻറ്റ് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് പഠിക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് നോട്ട് പാഡ് എടുത്തിട്ട് നമ്മളിതൊക്കെ ടൈപ്പ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഏതായാലും ഇത് എക്സ്റ്റേണൽ CSS നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്യുമെന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഇതും ഈ ഫോൾഡറിലേക്ക് എടുത്തിടുക. എന്നിട്ട് ഇത് വേറൊരു ഫോൾഡറിൽ, ഞാനത് പഠിക്കാൻ വേണ്ടിയാണ്, എന്നിട്ട് ആ ഫോൾഡറിന് CSS എന്ന് ഒരു പേര് കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിത് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യാം, നോട്ട് പാഡ് ++ൽ. ലിങ്ക് ഇതിൽ ലിങ്ക് ഉണ്ട്, അതായത് എക്സ്റ്റേണൽ CSSലേക്കുള്ള ലിങ്ക് ഉണ്ട്, പക്ഷെ ഇത് വർക്ക് ചെയ്യില്ല. ഉണ്ടോ, നമുക്ക് CSS ഇല്ലാത്ത കാരണം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഈ സംഭവം തന്നെ, ലിങ്ക്, റിലേറ്റീവ് ഈക്വൽസ് സ്റ്റൈൽ ഷീറ്റ്, മീഡിയ, സ്ക്രീൻ. അതങ്ങനെ എന്താണെന്ന് നോക്കേണ്ട കാര്യം, സ്ക്രീൻ href, അത് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ആണ്. href ഈക്വൽസ്, നമ്മൾ ഇനിയിപ്പോൾ പാത്ത് നോക്കണം, നമ്മളെവിടെ എങ്ങനെ പാത്ത് കിടക്കുന്നത്, അതായത് CSS എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്താണ് ഈ സ്റ്റൈൽ CSS. അപ്പോൾ നമ്മൾ പാത്ത് തെറ്റിക്കാതെ കൊടുക്കണം, അതായത് CSS അതിൻ്റെ അകത്ത് സ്റ്റൈൽ .css ഇത്രയും മതി. ഇനി നമ്മളത് ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ ആ CSS നമുക്ക് അവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡിസൈൻ വരും. ഡിസൈൻ വന്നില്ല, ഒരു മിനിറ്റ്. ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്ത് നോക്കണം. കണ്ടോ, അപ്പോൾ ഡിസൈൻ വന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ CSS ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത ഈ ഒരു പഴയ ലിങ്ക് നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് സേവ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് വരില്ല എന്നുള്ളതാണ്.
ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്ന ഓപ്ഷൻ ഇതിനില്ല. അതുകൊണ്ട് കണ്ട വീണ്ടും അപ്പോൾ അങ്ങനെ ഡിസൈൻ നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് കണ്ടൻറ്റും ഡിസൈനും തമ്മിലുള്ള സെപ്പറേഷനാണ് ഈ CSSഉം HTMLും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. HTML കണ്ടൻറ്റ്, CSS ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഈ CSS എൻകാർഡൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതെല്ലാം പല സൈറ്റുകളുടെ വെബ്സൈറ്റ് ഇതിനകത്തുണ്ട്. എല്ലാത്തിനും ഒരേ HTML ആണ്, പക്ഷേ CSS എന്ന് പറയുന്ന സംഭവം വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഡിസൈനിലാണ് പല സൈറ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നേരത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ്സ് ഫസ്റ്റ് വെബ് പേജ് എവർ, ഇത് CE ആണ്. അതായത് ഇതാണ് ഈ ലോകത്തെ ഏറ്റവും ആദ്യത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന ആൾ ഡിസൈൻ ചെയ്ത ലോകത്തെ ആദ്യത്തെ വെബ്സൈറ്റാണ്, ആദ്യത്തെ വെബ് പേജാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ CSS ഒന്നുമില്ല, വെറുതെ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ, HTML മാത്രമേ ഉള്ളൂ. ഇനി ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ചില ആളുകളൊക്കെ പറയില്ലേ, ഇപ്പോൾ ജാക്കി ചാൻ അതുപോലുള്ള ആളുകളൊക്കെ ഒരു ലിവിങ് ലെജൻഡാണെന്നുള്ളത്. അപ്പോൾ ടിം ബെർണേഴ്സ്-ലീ, അപ്പോൾ അതുപോലെ ജാക്കി ചാൻ ലിവിങ് ലെജൻഡ് ആണെങ്കിൽ സിനിമാക്കാർക്ക് ഇതുപോലെ തന്നെ സയൻസ് ലോകത്തൊരു തരം ലിവിങ് ലെജൻഡാണ്. ഇപ്പോൾ നമ്മുടെ നവോം ചോംസ്കി എന്ന് പറഞ്ഞ ആൾ മഹാരാജാസ് കോളേജിൽ വന്നിരുന്നു, എറണാകുളത്തുള്ള. ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ വേറെ ഒരു ആൾ, അയാളുടെ പേര് എനിക്കറിയില്ല, അയാൾ ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്നു. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡാണ് ഇയാൾ. ഇയാൾ തന്നെ പറയുന്നുണ്ട്, അതായത് ഇയാളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വലിയൊരു ബിൽഡിംഗ് ആണ്, അപ്പോൾ അവിടെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് താഴത്തെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ കമ്പ്യൂട്ടറിലുള്ള കുറച്ച് ഡാറ്റ പൊക്കത്തിരിക്കുന്നത് തേർഡ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫോർത്ത് ഫ്ലോറിലോ ഇരിക്കുന്ന ഒരാൾക്ക് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം ഓടി നടന്ന് കോപ്പി ചെയ്യേണ്ട ഒരു ഗതികേട് ഇയാൾക്ക് വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഈ പറയുന്ന www വേൾഡ് വൈഡ് വെബ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇയാളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ടിം ബെർണേഴ്സ്-ലീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ഇയാളുടെ ഇമെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഇമെയിൽ ചെയ്യാം. അപ്പോൾ ഇമെയിൽ ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഇമെയിലാണ്. അപ്പോൾ ഇമെയിൽ ചെയ്യാൻ നേരത്ത് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഇമെയിൽ ചെയ്യണം. ഇയാൾക്ക് ആയിരക്കണക്കിന് ഇമെയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വരാം, എന്നാലും ഇമെയിൽ ചെയ്യാം ഇയാൾക്ക്. ടിം ബെർണേഴ്സ്-ലീ ഇയാൾ തന്നെയാണ് ആദ്യത്തെ ബ്രൗസർ പോലത്തെ ഒരു ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഏറ്റവും പുരാതനമായ ബ്രൗസർ ഡെവലപ്പ് ചെയ്യുന്ന ആളും ഇയാൾ തന്നെയാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഒരു ചെറിയൊരു ക്ലാസ്സായിട്ട് നമ്മൾ ചുരുക്കുകയാണ്, കാരണം പതുക്കെ CSS കുറേ പഠിക്കാനുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ.